അങ്ങനെ നമ്മുടെ രചന ആദ്യം നിന്ന് അറിയുന്നുണ്ട് നമ്മുടെ ആകാശ് മേനോനാണ് സുമീനെ കൊന്നതെന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ടി വിയിലൊക്കെ വന്ന് തുടങ്ങിയിട്ട് എന്തായാലും പോലീസുകാർ വന്ന് ആകാശ് മേനോനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ വയ്ക്കുന്ന സമയത്ത് നമ്മുടെ സാന്ദ്ര വരുന്നുണ്ട്. സാന്ദ്ര വന്നിട്ട് നമ്മുടെ ആകാശ് മേനോനെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ആകാശ് മേനോനൊക്കെ സമ്മതിക്കുന്നുണ്ട്. ആ സമയത്ത് ആകാശ് മേനോനോട് പറയും, നീ ഇങ്ങനെ സമ്മതിച്ചാൽ പോരാ, എങ്ങനെ എപ്പോൾ എന്തിനു വേണ്ടി ചെയ്തു എന്നൊക്കെ എന്നോട് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് അടി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ആകാശ് മേനോൻ പറയുന്നുണ്ട്, നീ എന്നെ കോടതിയിൽ ഹാജരാക്കുക, അല്ലാതെ ഇങ്ങനെ ഇട്ടിട്ട് ഉപദ്രവിച്ച കാലം ഞാൻ എങ്ങനെ പുഷ്പം പോലെ ഊരിപ്പോരും നടക്കറിയാം, അപ്പോൾ കളി തന്നെ മാറും എന്നൊക്കെ പറയുന്നത്. എന്തായാലും സാന്ദ്രയ്ക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്ക് അഡ്വക്കേറ്റ് വന്നിട്ട് നമ്മുടെ ആകാശ് മേനോനെ റിലീസാക്കി കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശ് മേനോൻ നേരെ ചേർന്ന് മഹേഷിൻ്റെ അടുത്തേക്കാണ്. മഹേഷാണെങ്കിൽ ആലോചിച്ചിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിന് എന്തൊക്കെയാണ് വഴി എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ ഡോറ് തട്ടുന്ന ശബ്ദം കേട്ടിട്ട് പോയി നമ്മുടെ മഹേഷ് വാതിൽ തുറക്കുമ്പോൾ നമ്മുടെ ആകാശ് മേനോനാണ്. ആകാശ് മേനോൻ നമ്മുടെ മഹേഷിനോട് പറഞ്ഞു, നീ വിചാരിച്ചോ ഞാൻ എന്നും പോലീസ് സ്റ്റേഷനിൽ തന്നെ കിടക്കുന്നു, അതൊന്നും ആൾക്ക് ഒരിക്കലും കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കേണ്ടത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. പോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.